നമ്മൾ വേണ്ടതേ ഇന്ന് രാവിലെ കറക്റ്റ് 2:30 ഇറങ്ങിയിട്ടുണ്ട് വള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ട്. രാവിലെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാനും കയറി, സുഹൃത്തും കയറി, ജസ്റ്റും കയറി. സുഹൃത്താണ് ഇന്നും വണ്ടി ഓടിക്കുന്നത്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം നമ്മുടെ മാർട്ടിൻ ചേട്ടന് വന്നിട്ടുണ്ട്. മാർട്ടിൻ ചേട്ടനും സുഹൃത്തും ജസ്റ്റിനും അവർ 3 പേരാണ് പോകുന്നത്. ഈ കിടക്കുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ RCCLൻ്റെ വണ്ടികൾ ഈ കിടക്കുന്നത്. അത് പ്രൈവറ്റ് കമ്പനി ആയിട്ട് കോൺട്രാക്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അവരുടെ വണ്ടികളാണ് കിടക്കുന്നത് മൊത്തം. രാവിലെ തന്നെ ഒടുക്കത്തതാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ വിറച്ച് തുള്ളിയാണ് നടക്കുന്നത്. കാരണം അതുപോലെ മഞ്ഞുണ്ടെന്നേ, പക്ഷേ ക്യാമറയിൽ അത് കാണാൻ പറ്റില്ല. എല്ലാവരും രാവിലെ തന്നെ വള്ളത്തിലെല്ലാം കയറി. ഞാനിപ്പോഴത്തെ കേട്ട വള്ളത്തിലുണ്ട്. വള്ളം എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. വലയൊക്കെ വലിച്ചു, അതുപോലെ തന്നെ വടമെല്ലാം അഴിച്ചു കെട്ടി. ഇനി ഓരോ വള്ളങ്ങൾ ഇറങ്ങാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുക. രാവിലെ തന്നെ നമ്മുടെ വള്ളങ്ങൾ കടലിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് തന്നെ ഒരു അടിപൊളി ഒരു മഴ വന്നു. അത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊരു മഴയായിപ്പോയി. ഒരു 1/4 മണിക്കൂർ നിർത്താതുള്ളൊരു മഴ. ആ ഒരു കാരണത്താൽ നമ്മുടെ വള്ളങ്ങൾ കടലിലേക്ക് ഇറങ്ങുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ മഴയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ വള്ളങ്ങൾ കറക്റ്റ് ഒരു 7 മണിയോടുകൂടി കടലിലോട്ട് ഇറങ്ങി കേട്ടോ. ഓരോ വള്ളങ്ങളും നേടതേ വലയടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വള്ളം മുമ്പേ പോയേക്കുക. നമ്മൾ അവരുടെ പുറകെ പോകുന്നത്. അന്നെന്തോ ഒറ്റടി സ്റ്റാർട്ട് ആയത് ഭാഗ്യമാണ്. ഇത് 2-3 അടി അടിച്ചപ്പോഴാണ് സ്റ്റാർട്ട് ആയത്. 100 അടിച്ചിട്ട് സ്റ്റാർട്ടായി. കടലിലേക്ക് വള്ളം ഇറക്കിയ ടീംസ് വലയടിക്കുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ 1-2 അല്ല, ഇതുപോലെ ഒരുപാട് ടീംസ് മുമ്പേ പോകുന്നുണ്ട്. നമ്മൾ അവർക്ക് ശേഷം പതുക്കെ നമ്മൾ വള്ളം ഇറക്കിയത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വല അടിച്ചൊരു വള്ളം അവർ വല തിരിച്ച് വള്ളത്തിലേക്ക് വലിച്ചു കയറുന്ന കാഴ്ചയാണ് കേട്ടോ. സൂര്യൻ രാവിലെ എണീച്ച് വരുന്നേ ഉള്ളൂ. വെയിൽ കൊള്ളാൻ വേണ്ടി കാത്തിരിക്കുന്നപ്പോൾ ഞാനിവിടെ, കാരണം അതുപോലെ തണുപ്പാണ്. ഓരോ വലക്കാരും ഒരടിച്ച വല തിരിച്ച് വലിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലയല്ല, പല വള്ളങ്ങളാണ്.
പഞ്ച് കൊടുത്തു. ഇതൊക്കെ പ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. എന്നാൽ പോലും അവരുടെ മനസ്സിപ്പോഴും പക്ക 25 അല്ലെങ്കിൽ ഒരു 30 മാക്സിമം. അതാണ് അവരുടെ മനസ്സിൽ ഭയങ്കര സ്നേഹവും കാര്യം എല്ലാം ഉണ്ട്. എനിക്കാണെങ്കിൽ തണുപ്പം കൊണ്ട് വിട്ടു പോകുന്നേ. അതുപോലെ കാറ്റുണ്ട്, ദേഹം മൊത്തം നനഞ്ഞിരിക്കുന്നു. ഒരു രക്ഷയില്ല. 3 പറയുന്ന കഥയൊക്കെ പറഞ്ഞിരിക്കുക, ഒരു കുഴപ്പമില്ല. കുറേയൊക്കെ മുമ്പോട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ എൻജിനിലെ എണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീഫില്ല് ചെയ്ത് നിൽപ്പാണ് ഈ കാണുന്നത്. എണ്ണ ഫുൾ ടാങ്ക് നിറച്ചത് പിന്നെയും നമ്മുടെ വെള്ളം മുമ്പോട്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വള്ളത്തിലെ എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞത്. ചുമ്മാ ഇരിക്കുമ്പോൾ രണ്ടോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്നത് കാണാം. നമ്മുടെ വെള്ളം വല അടിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. വല അടിച്ച് വെള്ളം കറക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മൾ ആദ്യം അടിച്ച വലക്ക് കിട്ടിയ മീനാണ് ഈ കാണുന്നത്. വല വലിക്കുന്ന വീഡിയോസൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം നമ്മൾ പണിക്ക് വന്നതുകൊണ്ട് വല വലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്യാമറ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ആ നേരത്തെ. നമുക്ക് ആദ്യത്തെ വലക്ക് കിട്ടിയ മീൻ ഈ കാണുന്നത്. കുറവായിരുന്നു മീനെല്ലാം. ചൂട, കൊഴുവ, അയില, മത്തി എന്നിങ്ങനെ എല്ലാം കൂടെ മിക്സഡായിട്ടാണ് വന്നേക്കുന്നത് മീനെല്ലാം കൂടെ. ഇതിനെ നമ്മളിവിടെ അറിയപ്പെടുന്ന ചൊരകെന്നാ കേട്ടോ. അവൻ്റെ വയറ്റ് പല്ലടിക്കാൻ പൊഴിക്കൂല്ലോ.
അല്ല ഇത് കൂന്തൽ. ഇത് മാത്രമല്ല, ഇതുപോലത്തെ 3-4 സൈസ് വേറെയും കിടപ്പുണ്ട്. നമ്മൾ ആദ്യത്തെ വല അടിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വല അടിക്കാൻ വേണ്ടി അവിടെ നിന്ന് മാറി കേട്ടോ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ വലവെള്ളം അടുത്ത് മുമ്പോട്ട് പോയിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് മീനുകളുടെ ആക്ടിവിറ്റീസ് നോക്കി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. എവിടെ മീൻ കാണുന്നോ അവിടെ വല അടിക്കുക. നമ്മുടെ വള്ളം രണ്ടാമത്തെ വല അടിച്ച് തുടങ്ങി റൗണ്ട് കിടക്കി നിൽക്കുക. ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ കാണണം. കാരണം ഈ രണ്ടാമത്തെ അടിച്ച് കിട്ടിയ വലക്കകത്ത് കിട്ടിയ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമ്മുടെ വള്ളം ഫുള്ള് ലോഡാക്കി കളഞ്ഞു. അത് മുഴുവനും ആയില്ല. മിസ്സാക്കാതെ മുഴുവനും കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ആദ്യത്തെ വല അടിച്ചപ്പോഴത്തേക്ക് അത് വലിക്കുന്ന വീഡിയോ എനിക്ക് മിസ്സാക്കേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ രണ്ടാമത്തെ വല അടിച്ചപ്പോഴത്തേക്ക് അത് വലിക്കുന്ന വീഡിയോ ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളത് മിസ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്ക്.
രണ്ടേക്കാണോ? ആ ആ കപ്പലിലാണ് മാട്ടുകേരട്ട മാത്തുവിച്ചേട്ട നമുക്ക് രണ്ടാമത്തെ വലയ്ക്ക് അടിച്ചിട്ട് മീനുകളിൽ ഒരു മീനായി പോയി കാണുന്നത്. ഇതൊന്നല്ല, വേറെ 5-6 കിടപ്പുണ്ട് നമ്മുടെ ബോക്സിൽ. പിന്നെ നമുക്കൊരു തെരണ്ടിക്കുട്ടനെയും കിട്ടിയായിരുന്നു. അവന് മുള്ളുണ്ട്, കയറി പിടിച്ചപ്പോഴത്തേ ഞാനത് ഓർത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ, തെരണ്ടി പിടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ മുള്ള് ഭയങ്കര ഡേഞ്ചറാണ്. കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും പോഷം പോയെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമുക്ക് കിട്ടിയ ആ കുഞ്ഞൻ തെരണ്ടിക്കുട്ടനെ നമ്മൾ കളയാൻ പോകാം കേട്ടോ. കാരണം അവൻ ഒത്തിരി വളർന്നിട്ടില്ല. നമ്മൾ അവനെ തിരിച്ച് കടലിലേക്ക് തന്നെ പറഞ്ഞു കേട്ടു. ആ വിട്ടതിൻ്റെ സന്തോഷത്തിൽ അവൻ നമുക്കൊരു ടാറ്റയും തന്നതേ. നമ്മളെ നോക്കി കുറച്ച് നീന്നിട്ടാവും പോകുന്നത്. ഇത് നോക്ക് മക്കളെ, ഒരു വള്ളം നിറയെ അയിലക്കൊട്ടന്മാർ. നമ്മളവന്മാരെ വള്ളത്തെ കയറ്റി അങ്ങനെ നമ്മൾ ഹാർബറിലേക്ക് പോകാം കേട്ടോ കൊടുക്കാനായിട്ട്. നമ്മുടെ കഷ്ടപ്പാടിന് ദൈവം തമ്പുരാൻ ഇതുപോലെ മീൻ വള്ളം നിറച്ച് തരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും. അത് ലൈഫിലായാലും കൊള്ളാം, അത് എന്തിലായാലും കൊള്ളാം. നമ്മുടെ കൂടത്തെ ജസ്റ്റിനും കേട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മീൻ പെറുക്കി ചെമ്മീനെല്ലാം മാറ്റുന്ന തുടക്കണം. നല്ല പിടക്കണ പച്ച അയില കണ്ട. നമ്മളിതേ ഹാർബറിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. കാണുമ്പോൾ അടുത്താന്ന് തോന്നും, പക്ഷെ എങ്ങനെ കളിച്ചാലും ഒരു അരമണിക്കൂർ ഓട്ടം ഉണ്ടായി, അതുപോലെ ദൂരമുണ്ട്. നമ്മളിത് ഹാർബറിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കിന്ന്. മീൻ വാങ്ങാൻ വരുന്നവരും കാണാൻ വരുന്നവരും അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഇന്ന്.
ഈ ഒരു ടൈം ഉണ്ടല്ലോ, അതായത് ഈ വെള്ളം നിൽക്കുന്ന ഈ സ്ഥലവും ഹാർബറും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഇത് ഭയങ്കര ഡേഞ്ചറായൊരു പ്ലേസാണ്. എന്ന് വെച്ചാൽ ഞാൻ കരയോട് കൂടി ചേർന്ന ഏരിയ ഉണ്ട്. തിരമാലയുടെ ശക്തി അത് ഭയങ്കരമാണ്. ഇപ്പോൾ വെള്ളം മറിഞ്ഞെന്ന് വരാം, അപകട ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ശ്രദ്ധയോടെ ഇരിക്കും എല്ലാവരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കരക്ക് കയറി കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.